എങ്ങനെയാണ് ഒരു 20 സെന്റ് ലാൻഡിനകത്ത് 1 ലക്ഷം രൂപ മാസം വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നത്? ഇത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണോ? എന്നാൽ ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല. നിങ്ങളുടെ കൈവശം ഒരു 20 സെന്റ് ലാൻഡ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്കൊരു 1 ലക്ഷം രൂപ ഏറ്റവും മിനിമം റെന്റൽ ഇൻകം ഏൺ ചെയ്യാൻ പറ്റും. അതിനകത്ത് കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്കൊരു ഇൻകം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഒരു ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരേണ്ടതായിട്ട് വരും. അപ്പോൾ ഇന്നത്തെ കറന്റ് സിറ്റുവേഷനിൽ നമുക്ക് ഇപ്പോൾ ഒരുപാട് പ്രൊജക്റ്റുകളുണ്ട്. അപ്പാർട്ട്മെന്റ്, വില്ല, ഓഡിറ്റോറിയം, ഇങ്ങനെ ഒരുപാട് കൊമേഴ്ഷ്യൽ ബിൽഡിങ്. പക്ഷേ ഇതിൽ നിന്നെല്ലാം ഒത്തിരി മാറ്റമുണ്ട്. വെയർ ഹൗസ്, മാനുഫാക്ചറിംഗ് യൂണിറ്റ്, കോൾഡ് സ്റ്റോറേജ്, ഇത്തരം പ്രൊജക്റ്റിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 20 സെന്റ് ലാൻഡ് ഉണ്ടെങ്കിൽ മിനിമം 5000 സ്ക്വയർ ഫീറ്റ് നമുക്ക് പണിയാൻ സാധിക്കും. അതായത് ലാൻഡിന്റെ 60% നമുക്ക് കൺസ്ട്രക്ഷൻ കൊണ്ടുവരാൻ സാധിക്കും. ബാക്കി 40% വെഹിക്കിൾ പാർക്കിങ്ങിനും അതർ യൂട്ടിലിറ്റിക്കും വേണ്ടിയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. എങ്ങനെ വരുന്നാലും ഒരു സ്ക്വയർ ഫീറ്റിന് ഇന്നത്തെ വേഴ്സ്റ്റ് കേസിൽ 18 രൂപ വരുന്നുണ്ട്. ഏറ്റവും ടോപ്പ് റേറ്റ് എന്ന് പറഞ്ഞാൽ 30 റുപ്പീസ് വരെയൊക്കെ വന്നിട്ടുണ്ട്. എന്നിരുന്നാലും 25 റുപ്പീസ് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിന്റെ മിഡിൽ പിടിക്കാം. ഒരു 20 റുപ്പീസ് 20 ഇൻറ്റു 5000 സ്ക്വയർ ഫീറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ നിങ്ങൾക്ക് മാസം വരുമാനം കിട്ടും. ഇതിന് നമുക്കൊരു പ്രൈം ഏരിയ വേണ്ട, അതായത് ഒരു ടൗൺ ഏരിയ വേണ്ട. നിങ്ങൾക്ക് മെയിൻ ആയിട്ട് 3 ക്രൈറ്റീരിയയാണ് ഇതിനകത്ത് കൊടുക്കേണ്ടത്, ചെക്ക് ചെയ്യേണ്ടത്. അത് 1 40 ഫീറ്റ് വെഹിക്കിൾ ആക്സസ്, 2 പവർ സപ്ലൈ ആൻഡ് വാട്ടർ സപ്ലൈ, 3 കരഭൂമി ആയിരിക്കണം. പിന്നെ നമുക്ക് സോണ്, അതായത് അവിടെ ആ ഏരിയ വലിയൊരു പ്രോബ്ലം ഇല്ലാത്തൊരു ഏരിയ ആണ്. അതായത് ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്, ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് റിസ്ക് ആയിരിക്കും. പക്ഷേ അതല്ലാത്തൊരു ഏരിയയിൽ പോയിട്ട് നമുക്കൊരു 20 സെന്റ് ലാൻഡ്, ഞാൻ നേരത്തെ പറഞ്ഞ ക്രൈറ്റീരിയ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കും അതിനകത്തൊരു 20 സെന്റ് സ്ഥലത്ത് ഒരു 5000 സ്ക്വയർ ഫീറ്റ് പണിയാൻ സാധിക്കും. ഇവിടെ ഏറ്റവും ചെറിയൊരു യൂണിറ്റ് ആണ് 5000 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത്. നമുക്കിവിടെ 5000 സ്ക്വയർ ഫീറ്റ് തൊട്ട് 1 ലക്ഷം സ്ക്വയർ ഫീറ്റ് വരെ, അതിന് മുകളിലേക്കും ഇവിടെ കൊച്ചിയിലും കാലിക്കറ്റും മറ്റു പല ഏരിയയിലും പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ചെറിയൊരു യൂണിറ്റിൽ നിന്ന് നമുക്ക് ഇത്രയും വരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് ഒരു വലിയൊരു സാധ്യതയാണ്. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇതിനകത്തൊരു ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞ മറ്റുള്ള പ്രൊജക്റ്റുകളായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് കുറവാണ്. മാത്രമല്ല ഒരു ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഇതിന്റെ കൺസ്ട്രക്ഷൻ വർക്ക് പൂർത്തിയാക്കാൻ സാധിക്കും. ബിക്കോസ് നമുക്ക് ഇതിനകത്ത് ഒരുപാട് ഇന്റീരിയേഴ്സും ഒരുപാട് എക്സ്റ്റീരിയേഴ്സും ഒന്നും വരുന്നില്ല. വളരെ സിമ്പിൾ ആയിട്ട് ഒരു പ്രൊഡക്റ്റിനെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു മാക്സിമം ഒരു കപ്പാസിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ്. ആ കപ്പാസിറ്റിയിലാണ് നമ്മൾ ഈ ഒരു എമൗണ്ട് ചാർജ് ചെയ്യുന്നത്. അപ്പം അത്തരം യൂണിറ്റിലേക്ക് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും എന്നെയുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ട എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു.